ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കാവുന്ന ഒരു സേമിയ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് സേമിയ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് കളർ ചേഞ്ച് ഒന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴേക്ക് നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം. ഞാനിപ്പോൾ വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വറുത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും. പിന്നെ അത് ഒരുപാട് അങ്ങ് വറുത്തെടുക്കണ്ട. ഇപ്പോൾ ഇതാ സേമിയ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ പാനിൽ നിന്ന് മാറ്റാം. ഇനി ഞാൻ അതേ പാനിൽ തന്നെ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ തന്നെയാണ് നമ്മൾ 3 കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആദ്യമേ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ദാ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സേമിയ ഇട്ട് കൊടുത്തു. ഈ സേമിയ വെന്ത് കഴിയുമ്പോഴേക്കും ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സേമിയ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെള്ളം തിളപ്പിച്ചപ്പോൾ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടായിരുന്നു വെള്ളം തിളപ്പിച്ചെടുത്തത്. അപ്പോൾ ആ സേമിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും നന്നായിട്ട് വെന്ത് പോയിട്ടില്ല. ഒരു 1/4 ഭാഗത്തോളം വെന്ത് വരണം, എന്നാൽ നന്നായിട്ട് അങ്ങ് വെന്ത് പോകാനും പാടില്ല. അപ്പോൾ ഈ ഒരു പാകത്തിന് മതിയാവും. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ സേമിയയിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. നോർമൽ വാട്ടർ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് ഒരു അരിപ്പയിലിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. എന്നിട്ട് ഞാൻ വീണ്ടും ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ കുറച്ച് കാഷ്നട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കാഷ്നട്ടൊക്കെ ഇതിലേക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ മാത്രം മതി, ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് റേസിൻസും കൂടി ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാഷ്നട്ടിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് റേസിൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ ചേർക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ എന്താ റേസിൻസ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അതിന് ശേഷം വീണ്ടും നമ്മൾ അതേ പാനിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഓയിലുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഇനി ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ഉഴുന്നും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉഴുന്നിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് സവോളയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവോള നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി സവോളയൊക്കെ ഒന്ന് വാടി വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് ബീൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 1/4 കപ്പോളം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ 1/4 കപ്പ് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെജിറ്റബിൾസിലേക്ക് മാത്രമല്ല, സേമിയയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സേമിയ ചേർത്ത് കഴിയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് നന്നായിട്ട് വെന്ത് കളറൊന്നും മാറിപ്പോകേണ്ട ആവശ്യമില്ല. എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതിയാവും. അപ്പോൾ ഈ ഒരു പാകത്തിനായാൽ മതി. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1-2 തവണ കഴുകി എടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്ത സേമിയയാണ്. അപ്പോൾ ഇത് തമ്മിൽ ഒട്ടും തന്നെ ഒട്ടുന്നൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഈ സേമിയ വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് അത് ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സേമിയയിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. സേമിയ വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, കറക്റ്റ് പാകത്തിനാണ് വെന്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വേവിച്ചപ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, കറക്റ്റ് പാകത്തിന് തന്നെയാണ് വെന്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂനട്ടും റൈസിൻസുമാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് നല്ല പാകത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്